വിശ്വാസികൾക്ക് ജീവിതത്തിന്റെ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്തുകൾ കൈമാറുമാറ് വിധത്തിൽ പരിശുദ്ധമായ റമദാൻ മാസം നമ്മിന്ന് യാത്ര പോയി. പക്ഷേ നമ്മളൊക്കെ മനസ്സിലാക്കേണ്ടത്, പരിശുദ്ധമായ റമദാൻ മാസം കഴിഞ്ഞു പോയാലും നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ അത് ഒരിക്കലും അസ്തമിച്ചിട്ടില്ല എന്നുള്ള നഗ്നമായ സത്യമാണ്. ചില പള്ളികളിലൊക്കെ റമദാൻ കഴിഞ്ഞ് വെള്ളിയാഴ്ചയും കഴിഞ്ഞ് പിന്നീടൊക്കെ ദിവസമായപ്പോ ചില പള്ളികളിലൊക്കെ തമാശ രൂപേണയാണെങ്കിലും വളരെ ചിന്തിക്കേണ്ട അർത്ഥവത്തായ ചില ഫലിതങ്ങൾ ഓർത്തു വെച്ചത് നമ്മൾ കണ്ടു. റമദാൻ പോയാലും പള്ളിയിൽ സുബ്ഹി നമസ്കാരം ഉണ്ടാകുമെന്ന വിശ്വാസികൾക്ക് ഒരേ സമയം ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വാചകങ്ങളാണ്. റമദാനിൽ പള്ളികളൊക്കെ നിറഞ്ഞു പ്രൗഢമാവുന്ന ഒരു സംഭവമാണ് ഉണ്ടാകാറുള്ളത്. എന്നാൽ ആ ഖുർആൻ പാരായണവും അതുപോലെ ഇഅ്തികാഫിന്റെ മനോഹരമായ ദിനരാത്രങ്ങളും നമ്മിൽ നിന്ന് യാത്ര പോയി എന്ന ഒരു കണക്കെടുപ്പാണോ പുതുതലമുറ, ഒരു പുതിയ സമൂഹം നമ്മിൽ നിന്ന് അവർ ഈ കാലങ്ങളെ വിചാരിക്കുന്നത് എന്നുള്ളതാണ്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ നബി തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിർണായകമായ, നബി തങ്ങൾക്ക് ഏറ്റവും അങ്ങേയറ്റം വിഷമമുണ്ടാക്കിയ ഒരു ആയത്തുണ്ട്. അതൊരിക്കലും ഇന്നക മയ്യിത്തുൻ വ ഇന്നഹും മയ്യിത്തുൻ എന്ന് പറഞ്ഞപ്പോഴാണ്. ഇന്നക മയ്യിത്തുൻ, നബിയെ താങ്കൾ മരിക്കുന്നവനാണ്. വ ഇന്നഹും മയ്യിത്തുൻ, നിങ്ങളോട് ഒപ്പം കൂട്ടുകൂടുന്ന ആളുകളും ഈ ലോകത്ത് നിന്ന് മരിക്കും എന്ന ആയത്തിറങ്ങിയപ്പോഴെല്ലാം നബി തങ്ങൾക്ക് ഏറ്റവും അധികം പ്രയാസം ഉണ്ടാക്കിയത് മറിച്ച് വസ്തഖിം കമാ ഉമിർത, ഈ ലോകത്ത് അന്ത്യദൂതനായി കടന്നു വന്ന ലോകത്തിന് മുഴുവൻ സത്യത്തിന്റെയും തെളിമയുടെയും ജ്ഞാന നിറഗുണങ്ങൾ പകർന്നു നൽകിയ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു പറയുകയാണ്, വസ്തഖിം, നബിയെ താങ്കൾ ഇസ്തിഖാമയിലാവുക, കമാ ഉമിർത, നിങ്ങളോട് എങ്ങനെയാണോ കൽപ്പിക്കപ്പെട്ടത് അതുപോലെ നിങ്ങൾ ഇസ്തിഖാമയിലാവണേ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിറങ്ങിയപ്പോ നബി തങ്ങളുടെ മുഖത്ത് പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ആ വജ്ഹ്, ആ മനോഹരമായ വജസ്സിൽ തിങ്ങി നിൽക്കുന്ന താടിയിൽ നിന്നും മനോഹരമായ മുടിയിൽ നിന്നും 17 മുടികൾ നരച്ചുപോയി എന്ന് ചരിത്രം പറയുകയാണ്. ഈ ആയത്തിന്റെ ഗൗരവമാണ്. അത് പെട്ടെന്നുണ്ടായതാണ്. ഒരു രാത്രിയിൽ ഈ ആയത്തിറങ്ങി. അടുത്ത സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബികൾക്ക് മുന്നിൽ കടന്നു വന്നപ്പോ ഖദ് അസ്റഅ ഇലൈക ശൈഉ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ മുഖത്ത് പെട്ടെന്ന് നരപൊന്തിയല്ലോ എന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അതേ ഒരു മുഖത്തോട് മുഖം നോക്കി തങ്ങളുടെ സംസാരങ്ങൾ, തങ്ങളുടെ വേവനാദികൾ, സന്തോഷങ്ങൾ, അവരുടെ മനോഹരമായ വർത്തമാനങ്ങളെല്ലാം പകർത്തിയിരുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുഖത്ത് 17ഓളം രോമങ്ങളും അതുപോലെ മുടിയിൽ നിന്നും നരം ബാധിച്ചത് കണ്ടപ്പോൾ അല്ലാഹുവിന്റെ റസൂലേ, എന്തുകൊണ്ടാണ് താങ്കളിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ നരപൊന്തിയത് എന്ന് ചോദിക്കുകയാണ്. ഒരൊറ്റ രാത്രിയിലാണ് ഈ സംഭവം നടക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ആ സമയത്താണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഇന്നലെ എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട്
ഓതിത്തന്ന ഈ ആയത്ത് അത് എന്നെ ഏറ്റവും കൂടുതൽ വിഷമത്തിലാക്കി സഹാബികളെ. ഏതാണ് ആ ആയത്ത് എന്ന്? ആ ആയത്താണ് എന്റെ പ്രിയപ്പെട്ടവരെ, വസ്തഖിം കമാ ഉമിർ. വസ്തഖിം, നിങ്ങൾ ഇസ്തിഖാമയിലാവണം, നേരായ രീതിയിൽ ജീവിച്ചു പോകണം. കമാ ഉമിർ, നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടതുപോലെ തന്നെ. അത് ഏതെങ്കിലും മാസങ്ങളിലോ അല്ലെങ്കിൽ ദിവസങ്ങളിലോ മാത്രം നമ്മുടെ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ, നമ്മുടെ സൽപ്രവൃത്തികൾ ചുരുങ്ങേണ്ടതല്ല. മറിച്ച് നമ്മുടെ ജീവിതാവസാനം വരെ ഈ പരിശുദ്ധമായ ആത്മീയ ചൈതന്യത്തെ നിലനിർത്തണേ എന്നാണ് വസ്തഖിം കമാ ഉമിർതി എന്ന മനോഹരമായ ആ നബി തങ്ങൾക്ക് പോലും ഏറ്റവും കൂടുതൽ, നബി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിഷമമുണ്ടാക്കിയ ആ ആയത്ത് ഇറങ്ങിയതെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, എന്താണ് ഇസ്തിഖാമ? നമ്മളൊക്കെ നോമ്പ് കഴിഞ്ഞ് തക്ബീർ ചൊല്ലാൻ വേണ്ടി പള്ളിയിലേക്ക് കടന്നു വന്നവരാണ്. നമ്മളൊക്കെ ചിന്തിക്കേണ്ടത് എപ്പോഴാണ് ഒരു തക്ബീർ? മഹാന്മാർ, നമുക്കറിയാം, ഇസ്ലാമിൽ തക്ബീർ ചൊല്ലുക എന്ന് പറയുന്നത് അത് സന്തോഷത്തിന്റെ ഘട്ടത്തിലാണ്. അതെ, നമ്മൾ 29 നോമ്പും അനുഷ്ഠിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ആ മഹത്തായ പരീക്ഷണത്തിൽ വിജയികളായി കടന്നു വന്ന് അതെ ഞങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമായിരുന്നു അല്ലാഹു അക്ബർ. എന്നാൽ അതിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. എന്താണത്? ഈ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞു പോയാലും ആ റമദാൻ നമ്മൾ നേടിയെടുത്ത ആ ആത്മീയ സാഫല്യങ്ങൾ അതൊരിക്കലും കൈവിടാതെ, അതൊരിക്കലും മണ്ണിട്ട് മൂടാതെ നമ്മുടെ ജീവിതാവസാനം വരെ നിലനിർത്തും എന്ന ഒരു ഉച്ചേസ്തരം പ്രഖ്യാപിക്കലാണ് ആ അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയുന്നത്. അല്ലാതെ കേവലം ഒരു പെരുന്നാൾ എന്ന് പറഞ്ഞപ്പോ നമ്മുടെ ഒരു ആഘോഷ ദിവസം തന്നെ പറഞ്ഞ് ഞാൻ സൂചിപ്പിച്ചതുപോലെ യൗമുൽ ജായിസ എന്നാണ്. നമ്മൾ റമദാനിൽ നേടിയെടുത്ത ആ ആത്മീയ വിശുദ്ധിക്ക് സമ്മാനം നേടുന്ന ദിവസമാണ് പെരുന്നാൾ ദിവസം. ഇനി അവിടെ തന്നെ പണ്ഡിതന്മാർ പറയുന്നുണ്ട്, ഒരു മനുഷ്യന്റെ ഒരു നോമ്പ് അള്ളാഹു സ്വീകരിച്ചു എന്നതിന്റെ ഏറ്റവും വലിയ അടയാളം എന്ന് പറയുന്നത് അടുത്ത റമദാൻ വരെ ആ മനുഷ്യൻ ഈ റമദാനിൽ എങ്ങനെയാണ് ഉണ്ടായിരുന്നത് അതുപോലെ ഇബാദത്തുകളിൽ, ആരാധനകളിൽ തിങ്ങി അങ്ങനെ ജീവിക്കുന്ന മനുഷ്യനായിരിക്കുമെന്നാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തിനോടൊന്ന് ചോദിച്ചു നോക്കും എന്റെ പ്രിയപ്പെട്ടവര്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത്, ഈ ഇബാദത്തുകൾ, നമ്മുടെ ആരാധനകൾ കേവലം ഈ റമദാനിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. പള്ളികളൊക്കെ എങ്ങനെ നിറഞ്ഞിരുന്നുവോ, ദുഹറിനും അസറിനും അതുപോലെ മഗ്രിബിനും എങ്ങനെ നമ്മുടെ പള്ളികൾ നിറഞ്ഞിരുന്നോ അതുപോലെ ഇനിയും തുടർന്നുള്ള ദിവസങ്ങൾ ഉണ്ടാകണം. അതാണ് പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് അല്ലാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിന്റെ അടയാളം. സ്വീകരിച്ചു എന്നതിന്റെ അടയാളം അതാണ്. അല്ലെങ്കിൽ നമ്മൾ റമദാനിനെ മാത്രമേ വരവേറ്റിട്ടുള്ളൂ, അല്ലാഹുവിനെ വരവേറ്റിട്ടില്ല. അല്ലാഹുവിന് വേണ്ടിയല്ല നമ്മൾ ഇബാദത്ത് ചെയ്തത്. അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞാലും ഇവിടെ പള്ളികൾ നിലവിലുണ്ട്. പാവപ്പെട്ട ആലംബഹീനരായ ആശ്രിതർ നമുക്ക് ചുറ്റും എന്നുമുണ്ട്. അവരെ എന്നും സഹായിക്കണം, എന്നും അവർക്ക് വേണ്ട നന്മകൾ പകരണം, അവരെ എന്നും ചേർത്ത് പിടിക്കണം, സ്വതകൾ എന്നും നൽകേണ്ടതാണ്. അതിനുള്ള ഒരു പ്രാക്ടിക്കൽ മെത്തേഡ് മാത്രമാണ് പരിശുദ്ധമായ റമദാൻ നമ്മൾ തുടർത്തിക്കൊണ്ടു പോകേണ്ടത് വിശ്വാസിയുടെ ബാധ്യതയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അത് ഞാൻ പറഞ്ഞു വന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പള്ളികളിൽ പോയി നമസ്കരിക്കുക എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു സഹാബി നബി തങ്ങൾ ഇങ്ങനെ ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യങ്ങൾ ഇങ്ങനെ പറയാണ്. ആ സമയത്ത് പറയുന്നതിനിടയിൽ, നബിയെ, എനിക്ക് പള്ളിയിൽ പോയി ജമാഅത്തായി നമസ്കരിക്കാൻ സാധ്യമല്ല എന്ന് പറയുകയാണ്. ആ സമയത്ത് ആ സഹാബിയോട് ആരംഭപ്പൂവായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അല്ലയോ
സഹോദരൻ, എന്താണ് താങ്കൾക്ക് പള്ളിയിൽ പോയി നമസ്കരിക്കാൻ, ജമാഅത്തായി നമസ്കരിക്കാനുള്ള കാരണം, ഒഴിവാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോ ആ സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ കണ്ണ് കാണാത്ത മനുഷ്യനാണ്, എനിക്ക് കണ്ണ് കാണാൻ കഴിയില്ല. എനിക്ക് പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഒരു പക്ഷേ കള്ളിമുൾ ചെടികളുടെയും അതുപോലെ കൊടികളും തടഞ്ഞുകൊണ്ട് ഒരു പക്ഷേ ഞാൻ വീണു പോയേക്കാം. ആ സമയത്ത് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അതസ്മഉൽ അദാൻ, നിനക്ക് ബാങ്ക് കേൾക്കാൻ കഴിയുമോ? പള്ളിയിൽ നിന്ന് മുഅദ്ദിൻ ബാങ്ക് കൊടുക്കുമ്പോൾ ആ ബാങ്ക് നിന്റെ ശ്രവണപുടങ്ങളിൽ പകരുന്നുണ്ടെങ്കിൽ അത് നിന്റെ ഹൃദയത്തോട് നിസ്കാരത്തിന്റെ സമയമായി എന്ന് നിന്നോട് നിന്റെ ഹൃദയം സംവദിക്കുന്നുണ്ടോ? എന്നാൽ നീ പള്ളിയിൽ പോയി സഹായികളെങ്കിലും കൂട്ടി പള്ളിയിൽ പോയി നിസ്കരിക്കൽ നിന്റെ അടുക്കൽ നിർബന്ധമാണ് എന്ന് ആ സഹാബിയോട് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ടവരെ, വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആ അന്ധനായ സഹാബി ചെവി കേൾക്കാൻ കഴിയുമോ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചത്. മാത്രമല്ല, ഈ ജമാഅത്ത് എന്ന് പറയുന്നത് ഒരു മഹല്ലിന്റെ, ഒരു നാടിന്റെ, അത് നിലനിന്ന് പോകേണ്ട അഭിവാജ്യ ഘടകമാണ്. അത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ എല്ലാ വക്തിലും ജമാഅത്ത് നമുക്കിടെ മേൽബാധ്യതയാണ്. എല്ലാ വക്തുകളും കേവലം അത് മഗ്രിബും വെറും ഇശാഉം സുബ്ഹിയും മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. ളുഹറിനും നമ്മുടെ പള്ളിയിൽ ആളുകൾ ഉണ്ടാവണം, അസ്റിനും അല്ലാഹുവിന്റെ ഈ പള്ളിയിൽ ജമാഅത്ത് നടക്കണം. അതിന് നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ 5 വക്ത് സമയം ജമാഅത്ത് നമസ്കരിക്കുന്നതിന്റെ ഉദാഹരണം പറയാം. ആ മനുഷ്യൻ 5 നേരം ഒരു പുഴയിൽ നിന്ന് കുളിച്ചാൽ അയാളുടെ ദേഹത്തിൽ ചളി ഉണ്ടാകുമോ എന്ന് ചോദിക്കുമ്പോൾ സഹാബികൾ പറയുന്നുണ്ട്, യാ റസൂലല്ലാഹ്, ലാ, ഉണ്ടാവുകയില്ല. എന്നാൽ അപ്രകാരമാണ് ഒരു മനുഷ്യൻ 5 വക്ത് നമസ്കാരം പള്ളിയിൽ പോയി നമസ്കരിച്ചാൽ ആ മനുഷ്യന്റെ ഹൃദയത്തെ ഹൃദയാന്തരങ്ങളിൽ മോശമായ ചിന്തകളോ പ്രവൃത്തികളോ ആ അല്ലാഹു അവന്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയില്ല എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ കാലത്തോട് നമ്മൾ സംവദിക്കുകയാണ്. ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് 2 സെന്ററുകളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ജിം സെന്ററുകൾ. ഏത് കാലഘട്ടത്താണ് ജിം സെന്ററുകൾ ഉയർന്നു വരാൻ കഴിഞ്ഞത്? ഈ ഒരു 5-8 വർഷങ്ങൾക്കിടയിലാണ് ഈ കുംഭകോണം മാതിരി ലോകത്തും നമ്മുടെ ഈ കേരളീയ സാഹചര്യത്തിലും ജിം സെന്ററുകൾ ഉയർന്നു വരാൻ തുടങ്ങിയത്. ഇതിന് 2 വിധം കാരണങ്ങളാണ് ആധുനിക ശാസ്ത്രം പറയുന്നത്. മനുഷ്യൻ പണിയതുപോലെ അവന്റെ കൃഷികളിലേക്കോ അതുപോലെ കൈത്തൊഴിലുകളിലേക്കോ ഇറങ്ങാത്തതാണ് അവന്റെ ബോഡി ശരിയാക്കാൻ വേണ്ടി പുതിയ ആധുനിക ലോകം തേടുന്ന കാര്യം. രണ്ടാമത്തേത്, അവന്റെ പ്രത്യേകിച്ച് മുസ്ലിം പണ്ഡിതന്മാർ, നമുക്കറിയാം ഇവിടെ 5 വക്ത് നമസ്കാരം നിലനിൽക്കുന്നുണ്ട്. അതിനപ്പുറം ആ നിസ്കാരത്തിന്റെ 5 വക്ത് നമസ്കാരത്തിന് പുറമെ അതിന് മുമ്പുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതിന് ശേഷമുള്ള സുന്നത്ത് നമസ്കാരങ്ങൾ, അതിന് പുറമെ വിത്ർ പോലെയുള്ള തഹജ്ജുദ് പോലെയുള്ള നമസ്കാരങ്ങൾ, അതിന്റെ അസ്തമയമാണ് ഒരു പുതിയ രോഗങ്ങളും നമ്മുടെ മുൻഗാമികൾ കേൾവിയില്ലാത്ത പല മാരക രോഗങ്ങളും സമൂഹത്തിൽ വളർന്നു വരാനുള്ള നിമിത്തമായ കാരണമെന്നാണ്. ഇത് പരിശോധിച്ചു നോക്കുമ്പോൾ ഒരു പക്ഷെ ശരിയാണ്. കാരണം നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന്റെ ശരീരത്ത് 360-ലധികം സന്ധികളുണ്ടെന്ന് ആധുനിക ശാസ്ത്രം പറയാം. എന്നാൽ ഈ 360-ലധികം സന്ധികളും മടങ്ങുകയും നിവരുകയും ചെയ്യുന്നത് അത് മനുഷ്യൻ നിസ്കരിക്കുമ്പോൾ നടക്കുന്നുണ്ടെന്ന് ആധുനിക ശാസ്ത്രം വിലയിരുത്തുകയാണ്. അപ്പോൾ കേവലം സുന്നത്ത് നമസ്കാരങ്ങൾ നമസ്കരിക്കുന്ന, ഫർളുകൾ നമസ്കരിക്കുന്ന ഒരു മനുഷ്യനും ഒരു ജിം സെന്ററുകളിലോ അല്ലെങ്കിൽ സുബ്ഹിയുടെ തഹജ്ജുദിന്റെ നേരത്തെ എഴുന്നേറ്റ് റോഡിലൂടെ കിലോമീറ്ററുകൾ നടന്ന് അവന്റെ കൊളസ്ട്രോളും അതുപോലെ മറ്റുള്ള രോഗങ്ങളും
നിയന്ത്രിക്കാൻ വേണ്ടി നിമിത്തമാകേണ്ടി വരില്ല എന്ന് ആധുനിക പഠനങ്ങൾ തെളിയിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ പഴമയിലേക്ക് ചില കാര്യങ്ങളിൽ മടങ്ങേണ്ടതുണ്ട്. റമദാൻ നമ്മൾ അസ്തമിച്ചു പോയാലും നമ്മോട് ചോദിക്കപ്പെടുന്ന കാര്യങ്ങൾ അതൊക്കെയാണ്. നമ്മൾ റമദാനിന് വേണ്ടിയല്ല ഇബാദത്ത് ചെയ്തത്, നമ്മൾ അല്ലാഹുവിന് വേണ്ടിയാണ്. ആ അല്ലാഹു ഇപ്പോഴും ഇവിടെയുണ്ട്. ആ അല്ലാഹുവിന് വേണ്ടി തന്നെയാണ് ജമാഅത്തുകൾ എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ റമദാനിൽ നമ്മൾ നൽകി പോന്നിരുന്ന സ്വതക്കകൾ, ദാനധർമ്മങ്ങൾ, സഹചാരി പോലെയുള്ള CH സെന്ററുകൾക്ക് പോലെയുള്ള സഹായങ്ങൾ അതൊരിക്കലും റമദാനുകളിൽ മാത്രം നിൽക്കേണ്ടതല്ല. നമുക്കറിയാം 4 കോടിയിലധികം രൂപയാണ് കഴിഞ്ഞ വർഷം സഹചാരി സെന്റർ എന്ന് പറയുന്ന റിലീഫ് സെൽ ഇവിടെ പാവങ്ങൾക്ക് വേണ്ടി, ആക്സിഡന്റിൽപ്പെട്ട പാവങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത് എന്ന് കണക്കുകൾ പറയാം. അതുപോലെ തന്നെ CH സെന്ററുകൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അത് വെറും റമദാനിൽ മാത്രം, അതൊക്കെ ഞാൻ പറഞ്ഞില്ല, പ്രാക്ടിക്കൽ മെത്തേഡ് മാത്രമാണ് റമദാൻ മാസം. അത് കഴിഞ്ഞാൽ നമ്മൾ തുടർത്തിക്കൊണ്ടു പോകേണ്ട കാര്യങ്ങളാണ്. അതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മൾ പുതുവർഷം നമ്മിലേക്ക് കടന്നു വരുമ്പോ കണക്ക് വരാറുണ്ട്. തലേ രാവിൽ ഇത്ര കോടി മദ്യം ലോകത്തിൽ ചിലവഴിച്ചു പോയി എന്ന്. എന്നാൽ നിങ്ങളൊന്ന് നോക്ക്, ഈദുൽ ഫിത്തർ നമ്മിൽ നിന്ന് കടന്നു പോയപ്പോ ലക്ഷക്കണക്കിന് ടൺ അരികളാണ് ലോകത്തൊരു പക്ഷേ മുന്തിയ ഇനം അരികളായിരിക്കാം പാവപ്പെട്ടവർക്ക് നമ്മൾ വിതരണം ചെയ്തത്. അതാണ് പരിശുദ്ധമായ ഇസ്ലാം. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ നമസ്കാരങ്ങളും ഈ സ്വതന്ത്രകളും ദാനധർമ്മങ്ങളും അത് റമദാനിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതല്ല. നമ്മുടെ ജീവിതത്തിലുടനീളം അന്ത്യശ്വാസം വരെ നമ്മൾ നിലനിർത്തി കൊണ്ടുപോകേണ്ടതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം പറയാനുള്ളത്, അറബിക് കോളേജുകൾ, മതബോധിക സമന്വയ വിദ്യാഭ്യാസ സംവിധാനങ്ങൾ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അതിന്റെ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലൊക്കെ നമ്മുടെ മക്കളൊക്കെ ചേർക്കണമെന്നാണ് അറിയിക്കാനുള്ളത്. ജാമിഅ നൂരിയ അറബിയ പോലെയുള്ള 7ാം ക്ലാസ് കഴിഞ്ഞാലും 10ാം ക്ലാസ് കഴിഞ്ഞാലൊക്കെ പഠിക്കാനുള്ള അവസരമുണ്ട്. അതുപോലെ ഹുദവി സംവിധാനങ്ങൾ, വാഫി, സനായി, അങ്ങനെ ഒരുപാട് റഹീമിയ സന്തതികളൊക്കെ നമുക്കറിയാം. കഴിഞ്ഞ മാസമാണ് UPSC ടെസ്റ്റിൽ 382ാം റാങ്ക് നേടി നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യക്ക് തന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് അഭിമാനമായി ഒരു ഹുദവി റാങ്കിൽ ഇടം നേടിയത്. അത് ഞാൻ കഴിഞ്ഞ വെള്ളിയാഴ്ച സൂചിപ്പിച്ചതുപോലെ ആ UPSC റാങ്ക് നേടിയ ഹുദവിക്ക് ഇവിടെ ഇമാമ് നിൽക്കാനും അറിയാം, ഫിഖ്ഹും അറിയാം, അതുപോലെ ദീൻ എങ്ങനെ കൈകാര്യം ചെയ്യാൻ അറിയാം. അവിടെയാണ് നമ്മൾ വിജയിക്കേണ്ടത്. മതബോധിക സമന്വയ വിദ്യാഭ്യാസ ശ്രേണികൾ ഇന്ന് സുലഭമാണ്. അതുകൊണ്ട് തന്നെ ഈ സമയം, ഈ 2-3 ദിവസത്തിനുള്ളിൽ അതിന്റെ സമയമാണ്. എല്ലാവരും അത്തരം നമ്മുടെ മക്കൾ, നമ്മുടെ ഭാവിക്കും നമ്മുടെ മക്കളുടെ ഭാവിക്കും ഹേതുവാകാൻ വേണ്ടി ഇത്തരം സംവിധാനങ്ങളെ സമീപിക്കണമെന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ്. പ്രത്യേകിച്ച് ജൂനിയർ കോളേജുകൾ നമ്മുടെ മണ്ണാർക്കാടുണ്ട്, തൊട്ടടുത്ത് കൂമ്പാറയുണ്ട്. അവിടെയൊക്കെ നമ്മുടെ മക്കളെ ചേർക്കാം. മതവും ഭൗതികവും ഡിഗ്രിയും PGയും, +2 കഴിഞ്ഞ ഡിഗ്രിയും PGയും, അതുപോലെ 4 വിധം ഭാഷകൾ, എല്ലാത്തിനും പുറമെ കാലഘട്ടത്തിന്റെ ചുവരെഴുത്തുകൾ വായിക്കാൻ കഴിയുന്ന ഒരു മതബോധിക പണ്ഡിതനായി ബിരുദമെടുത്തിറങ്ങുന്ന ഒരു 6 അല്ലെങ്കിൽ 8 വർഷം മാത്രമാണ് ഇത്തരം സംവിധാനങ്ങൾ അവർക്ക് വേണ്ടി ചിലവഴിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല